ആരും താമസിക്കാത്ത ഒരു പുതിയൊരു വീട് മേടിച്ചാലോ? ഈ കാണുന്ന വീട്ടിലാരും താമസിച്ചിട്ടില്ല കേട്ടോ. പുതിയൊരു വീടാണേ. 4 ബെഡ്റൂം അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു പുതിയൊരു വീട്. ഈ ഒരു വീടിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് 2 സിറ്റ് ഔട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. വീഡിയോയിൽ നമുക്കത് കാണാം. നല്ല വലിപ്പമുള്ള 2 സിറ്റ് ഔട്ട് വീഡിയോയിൽ അത് കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ ഈ ഒരു പ്രോപ്പർട്ടിയുടെ വീഡിയോ ഫുള്ള് നിങ്ങളൊന്ന് കണ്ട് നോക്കണേ. ഇതുണ്ടോ, ഒരു കേരള സ്റ്റൈലിൽ പണിതിരിക്കുന്ന ഒരു പുതിയ ഒരു 4 ബെഡ്റൂം അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു വീട്. ഇതുണ്ടോ, സിറ്റ് ഔട്ട് കണ്ടോ? ഇതൊരു സിറ്റ് ഔട്ട്, 2 സിറ്റ് ഔട്ട് നമുക്കത് വീഡിയോയിൽ കാണാം. ഒരു ബെഡ്റൂമിൽ നിന്ന് ഈ ഒരു സിറ്റ് ഔട്ടിലോട്ട് നമുക്ക് ഇറങ്ങി വരാം. ആ ഒരു രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. അത് വീഡിയോയിൽ അത് കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ ഈ ഒരു പ്രോപ്പർട്ടിയുടെ വീഡിയോ ഫുള്ള് നിങ്ങളൊന്ന് കണ്ട് നോക്കണേ. ഇതുണ്ടോ, വീടിൻ്റെ മുറ്റമൊക്കെ നിങ്ങൾ കണ്ടോ? ബാംഗിൾ സ്റ്റോണൊക്കെ പാകിയിട്ടുണ്ട്. അത് മാത്രമല്ല പെബിൾസൊക്കെ ഇട്ടിട്ടുമുണ്ട്. അത് മാത്രമല്ല എല്ലാവരും ആഗ്രഹിക്കുന്നത് പോലത്തെ ഒരിക്കലും വെള്ളം വറ്റാത്ത കിണറുണ്ട്. ഇതുണ്ടോ, വീടിൻ്റെ മുറ്റത്തെ കിണർ കൊണ്ട് ഒരിക്കലും വെള്ളം വറ്റിയല്ല. അത് മാത്രമല്ല വെള്ളപ്പൊക്കമോ ഭീഷണിയോ അങ്ങനത്തെ യാതൊരുവിധ പ്രശ്നങ്ങൾ ഒന്നുമില്ല കേട്ടോ. ഈ ഒരു പ്രോപ്പർട്ടിയിലെ കാർ പോർച്ച് കണ്ടോ? നല്ല വലിപ്പമുള്ള ഒരു കാർ പോർച്ച്. ഇതുണ്ടോ, വീടിൻ്റെ സൈഡ് വശമൊക്കെ കണ്ടോ? നല്ലൊരു സ്പേസ് ഉണ്ട് വീടിൻ്റെ സൈഡ് വശത്തൊക്കെ. ഇനി കൃഷിയൊക്കെ ചെയ്യാനൊക്കെ ആണെങ്കിലും ഒത്തിരിയേറെ സ്പേസ് ഉണ്ട് ഈ ഒരു വീടിൻ്റെ സൈഡ് വശവും വീടിൻ്റെ ബാക്ക് സൈഡിലൊക്കെ ആണെങ്കിലും. ഇതുകൊണ്ടോ, സൈഡിൽ നിന്നുള്ളൊരു വ്യൂ ആണ്. ഇതുകൊണ്ട് എന്താ ഒരു ഭംഗി കാണാൻ. ഈ ഒരു വീടിൻ്റെ മുറ്റവും പരിസരമൊക്കെ നിങ്ങൾ ആഗ്രഹിച്ചതും ഇതുപോലത്തെ ഒരു പ്രോപ്പർട്ടി അല്ലേ? ബാംഗ്ലൂർ സ്റ്റോണൊക്കെ പാകിയൊരു പുതിയൊരു വീട്, ആരും താമസിക്കാത്ത ഒരു വീടൊക്കെ. പുതിയ വീട് അന്വേഷിച്ച് ഒത്തിരിയേറെ ആൾക്കാർ കോണ്ടാക്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് അവർക്കായിട്ടൊരു നല്ലൊരു പ്രോപ്പർട്ടിയാണ് കേട്ടോ. ഇനി നമുക്ക് വീടിൻ്റെ അകത്തെ ദൃശ്യങ്ങൾ കാണാം. ഇത് കണ്ടോ, ലിവിങ് റൂം. സിറ്റ് ഔട്ട് നമ്മൾ ആദ്യം കണ്ടു, 2 വലിയ സിറ്റ് ഔട്ട് നമ്മൾ ആദ്യം കണ്ടു. ഇനി ലിവിങ് റൂം. ഇതുണ്ടോ, നല്ല വലിപ്പമുള്ള ലിവിങ് റൂമൊക്കെ ലൈറ്റുകളൊക്കെ കൊടുത്ത് അതിമനോഹരമാക്കിയിട്ടുണ്ട്. ഇതുണ്ട്, അടുത്ത് ഡൈനിങ് ഹാളാണ്, വീടിൻ്റെ അകത്തെ ഹാള്. ഇതുണ്ട്, ഹാളിൻ്റെ വലിപ്പം കണ്ടോ നിങ്ങൾ? TV യൂണിറ്റ് ഏരിയ ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇതുണ്ട്, ഹാളിൻ്റെ വലിപ്പം കണ്ടോ? നല്ല വലിപ്പമുള്ള ഒരു ഹാള്. ഇതുണ്ട്, വാഷ് ഏരിയ ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാം നല്ല ബ്രാൻഡ് ഐറ്റം മാത്രം ഉപയോഗിച്ച് പണിതിരിക്കുന്ന ഒരു അടിപൊളി ഒരു ഒറ്റനില വീട്, ഒരു കേരള സ്റ്റൈലിൽ പണിതിരിക്കുന്ന ഒരു വീട്. ഇനി നമുക്ക് കിച്ചണോട്ട് കിടക്കുകയാണെങ്കിൽ ഇതുണ്ടോ, കിച്ചണ് ഒരു പ്രത്യേകതയൊക്കെ ഉണ്ട്. കബോർഡ് വർക്കൊക്കെ ചെയ്തിരിക്കുന്ന പ്രത്യേകതയൊക്കെ ഉണ്ടോ? ഇതുകൊണ്ടോ, കബോർഡ് വർക്ക് ചെയ്തിരിക്കുന്ന ഒരു പ്രത്യേകത ഉണ്ട്. ഇതുണ്ടോ, ഇതൊന്നും അധികം ഒന്നും ഇങ്ങനെ ചെയ്യുന്നതല്ല. ഇതുകൊണ്ടോ, പുതിയ വീടുകളൊന്നും ഇങ്ങനെ ഒന്നും ചെയ്ത് കണ്ടിട്ടില്ല. എന്നാൽ ഈ ഒരു വീട്ടിൽ കണ്ടോ, ഒത്തിരിയേറെ പ്രത്യേകതകളും എല്ലാം നല്ല ബ്രാൻഡ് ഐറ്റം മാത്രം ഉപയോഗിച്ച് പണിതിരിക്കുന്ന ഒരു വീടും. അത്രയും നല്ല ക്വാളിറ്റിയിലാണ് ഈ വീട് പണിതിരിക്കുന്നത്. നിങ്ങൾക്ക് ധൈര്യമായിട്ടും വന്ന് മേടിക്കാം. ഇതുണ്ടോ, കിച്ചൻ്റെ കബോർഡിൻ്റെ ഒക്കെ കനം കണ്ടോ? നല്ല കനത്തിൽ കബോർഡ് വർക്കൊക്കെ ഫിനിഷ് ചെയ്തിരിക്കുന്നത്. ഇതുകൊണ്ടോ, വീഡിയോയിൽ നമുക്കത് കാണാം. ഇപ്പോൾ വീഡിയോയിൽ നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ തന്നെ വിശാലമായ മുറ്റം, ചുറ്റും കോമ്പൗണ്ട് വാൾ കെട്ടിയിട്ടുണ്ട്. 4 ബെഡ്റൂം അറ്റാച്ച്ഡ്, വിശാലമായ ലിവിങ് റൂം, ഡൈനിങ് ഹാള്, വിശാലമായ ബെഡ്റൂം, അങ്ങനത്തെ എല്ലാ അറ്റാച്ച്ഡ് എല്ലാ സൗകര്യങ്ങളുമുള്ള ഒരു നല്ലൊരു വീട്, നല്ലൊരു ലൊക്കേഷന്. ഇനി ലോണൊക്കെ വേണ്ടിയവർക്ക് ലോണ് അറേഞ്ച് ചെയ്ത് തരുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഈ ബെഡ്റൂമിൽ നിന്നാണ് സിറ്റ് ഔട്ടിലോട്ട് നമുക്ക് ഇറങ്ങാനായിട്ട് സാധിക്കുക. ഇതുകൊണ്ടോ, ഡ്രസ്സിങ് ഏരിയ ഒക്കെ കൊടുത്തിട്ടുണ്ട്. എല്ലാ ബെഡ്റൂമിലും കബോർഡ് വർക്കൊക്കെ ചെയ്തിട്ടുണ്ട്. ഇതുണ്ടോ, ഈ സിറ്റ് ഔട്ടിലോട്ട് ഇറങ്ങാൻ ഈ ബെഡ്റൂമിൽ നിന്ന് നമുക്ക് ഇറങ്ങാം. അതിനൊരു ഡോറൊക്കെ കൊടുത്തിട്ടുണ്ട്. സിറ്റ് ഔട്ട് കണ്ടോ, നല്ല വലുപ്പമുള്ള സിറ്റ് ഔട്ടിൽ നിന്നുള്ള ഒരു വ്യൂ ആണ്. മുറ്റം കണ്ടോ,
ഏകദേശം ഒരു 15-20ഓളം വണ്ടികളൊക്കെ നമുക്ക് പാർക്ക് ചെയ്യാവുന്ന മുറ്റമൊക്കെയാണ്. അപ്പോൾ ഇത് ബാത്റൂമൊക്കെ നമുക്ക് കാണാം. നല്ല വലുപ്പമുള്ള ബാത്റൂമൊക്കെയാണ്. ഇത് കബോർഡ് വർക്ക്, ഡ്രസ്സിങ് ഏരിയയിലൊക്കെ കബോർഡ് വർക്കൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോയ്ക്കൊരു ലൈക്ക് ചെയ്യുക. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾ ഇപ്പോൾ തന്നെ ഈ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ മറക്കാതെ നിങ്ങൾ ഇപ്പോൾ തന്നെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബും ചെയ്യുക. നിങ്ങൾക്ക് വീടും സ്ഥലവും നിങ്ങൾക്ക് കൊടുക്കാനുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോയിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുക. ചെറിയ ബഡ്ജറ്റിൻ്റെയും വലിയ ബഡ്ജറ്റിൻ്റെയും സ്ഥലം കൂടുതലൊക്കെയുള്ള പ്രോപ്പർട്ടിയുടെ ഒക്കെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുമുണ്ട്. നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് നല്ലൊരു പ്രോപ്പർട്ടി നിങ്ങൾക്ക് സ്വന്തമാക്കുകയും ചെയ്യാം കേട്ടോ. അടുത്തൊരു പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത് ഹൈവേന്ന് കൃത്യം 250 മീറ്റർ മാത്രമേ ഉള്ളൂ ഈ ഒരു പ്രോപ്പർട്ടിയിലോട്ടുള്ള ദൂരമുള്ളൂ. ഒത്തിരിയേറെ ആൾക്കാർ കോണ്ടാക്റ്റ് ചെയ്യുന്നുണ്ട്. ഹൈവേ അടുത്ത് നല്ലൊരു പ്രോപ്പർട്ടി, ഹൈവേന്ന് ഒരു 10-200 മീറ്ററൊക്കെ മാറി നല്ലൊരു വീടും നല്ലൊരു സ്ഥലവും ഒക്കെ ഉണ്ടോ എന്നൊക്കെ. അപ്പോൾ ഇത് അവർക്കായിട്ടൊരു നല്ലൊരു പ്രോപ്പർട്ടിയാണ്. അപ്പോൾ അടുത്ത ബെഡ്റൂമൊക്കെ നമ്മൾ കണ്ടു. ബെഡ്റൂം എല്ലാം സെയിം അളവാണ്. എല്ലാം ഒരേ രീതിയിൽ പണിതിരിക്കുന്ന നല്ലൊരു വലിപ്പമുള്ള ബെഡ്റൂമുകളും ബാത്റൂമൊക്കെ നമുക്ക് കാണാം. ഈ ബാത്റൂമിലൊക്കെ ഉപയോഗിച്ചിരിക്കുന്ന ഫിറ്റിങ്സൊക്കെ എല്ലാം നല്ല ബ്രാൻഡ് ഐറ്റം മാത്രമാണ് കേട്ടോ ഉപയോഗിച്ചിരിക്കുന്നത്. അത് നേരിൽ വന്ന് കാണുമ്പോൾ നമുക്കത് മനസ്സിലാവും. 14.5 സെൻറ്റ് സ്ഥലമാണ് വരുന്നത്. 2300 സ്ക്വയർ ഫീറ്റാണ് വീട് വരുന്നത്. ഇപ്പോൾ ഇത് ബെഡ്റൂമൊക്കെ നമുക്ക് കാണാം. അടുത്ത ബെഡ്റൂമാണ്, മൂന്നാമത്തെ ബെഡ്റൂമാണ്. മുമ്പത്തെ ബെഡ്റൂം പോലെ തന്നെ എല്ലാ ബെഡ്റൂമിലും കബോർഡ് വർക്കൊക്കെ ചെയ്തിട്ടുണ്ട്. അതുമാത്രമല്ല എല്ലാം ബാത്റൂമൊക്കെ ആണെങ്കിലും നല്ല വലിപ്പമുള്ള ബാത്റൂമുകളൊക്കെയാണ്. അപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടിക്ക് ഉടമസ്ഥൻ ചോദിക്കുന്ന വില 1,25 ലക്ഷം രൂപ മാത്രമാണ് ചോദിക്കുന്നുള്ളൂ. 14.5 സെൻറ്റ് സ്ഥലവും 2300 സ്ക്വയർ ഫീറ്റ് എല്ലാം നല്ല ബ്രാൻഡ് ഐറ്റം മാത്രം ഉപയോഗിച്ച് പണിതിരിക്കുന്ന വീടും ഹൈവേ അടുത്ത് എല്ലാ സൗകര്യങ്ങളും ഉള്ള ഒരു നല്ലൊരു പ്രോപ്പർട്ടിക്ക് 1 കോടി രൂപ ചോദിക്കുന്നു. വിലയിലെ മാറ്റങ്ങൾ വരുത്തും. അപ്പം നിങ്ങൾ വീഡിയോ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. ലൊക്കേഷൻ വരുന്നത് കോട്ടയം ജില്ലയിലാണ് വരുന്നത്. കോട്ടയം ജില്ലയിൽ പാലാ തൊടുപുഴ റൂട്ടിലാണ് ഈ കാണുന്ന പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത്. പാലാ തൊടുപുഴ ഹൈവേന്ന് 300 മീറ്റർ മാത്രം മാറി, 250 മീറ്റർ മാത്രം മാറി നല്ലൊരു പ്രോപ്പർട്ടി നിങ്ങൾക്ക് വിലക്കുറവിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾ വീഡിയോ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. നമുക്കിനി ഈ ഒരു പ്രോപ്പർട്ടിയുടെ ബാക്കി ദൃശ്യങ്ങളിലേക്ക് കിടക്കാം.